ഡിസ്അഡ്വാൻറ്റേജ്. ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിസ്അഡ്വാൻറ്റേജ് ഓണായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവണം. എന്താ? ഫസ്റ്റ് വൺ, കാണാപ്പാഠം പഠിക്കുകയാണ് അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കിയിട്ടല്ല പഠിക്കുന്നത്. ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ട് തന്നെ അത് എന്ന് പറയുന്നത് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. ദെൻ ഈസിലി ഫോർഗോട്ടൺ, അവിടെ പറഞ്ഞ അതേ കാര്യം, ഷോർട്ട് ടേമിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാലം കഴിഞ്ഞ് ചോദിച്ചാൽ നമുക്ക് എന്തുണ്ടാവില്ല? ഓർമ്മയുണ്ടായിരിക്കില്ല. പിന്നെ ബോർഡം ആൻഡ് ഡിസെൻഗേജ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ എന്താണ് നോക്കിക്കേ, ദ റിപ്പീറ്റേറ്റീവ് നേച്ചർ ഓഫ് റോട്ട് ലേണിംഗ് ക്യാൻ ലീഡ് ടു ബോർഡം ആൻഡ് ഡിസെൻഗേജ്മെൻറ്റ്, മേക്കിംഗ് ഇറ്റ് ലെസ് എഫക്റ്റീവ് ഫോർ ഫോസ്റ്ററിങ് എ ലവ് ഓഫ് ലേണിംഗ് ആൻഡ് ക്യൂരിയോസിറ്റി. നമ്മളൊരു കാര്യം അറിയാൻ വേണ്ടി അറിയാനുള്ള ഒരു എന്താ പറയുക ത്വരയോടുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നമ്മൾ നോക്കും അല്ലേ? നമ്മളതിനെ മനസ്സിലാക്കി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത്. പക്ഷേ ഇതെന്താ, കുറേ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും അത്. അതേപോലെ തന്നെ കുറേ സമയം കഴിയുമ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ്, നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും. നമുക്ക് ഒരുപാട് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ഒരുപാട് നോളേജ് അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻറ്റ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്ത് കുറേ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇൻഫ്ലെക്സിബിലിറ്റി. Rote learners may struggle to apply knowledge in new context as they lack the conceptual understanding needed to adapt information to different situations. അപ്പോൾ എന്താണ്, ഇതിൻ്റെ കണ്ടൻറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇതെവിടെയാണ് അപ്ലൈ ചെയ്യുക നമുക്കറിയില്ല. ഇപ്പോൾ ചില ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, മാത്സിൽ ഈ സൈനും കോസും ടാനൊക്കെ നമ്മൾ വെറുതെ പഠിച്ചു, ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എന്താ, അവർ ബൈഹാർട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത്. അല്ലാതെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇതിൻ്റെ യൂസ് എന്താണ്, ഇതെവിടെ അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് ബൈഹാർട്ട് പഠിക്കുമ്പോൾ എന്താ ഏതാ ഒന്നും നമുക്കറിയില്ല, അത് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പോലും ചോദിച്ചാൽ നമുക്കറിയുന്നുണ്ടായിരിക്കില്ല. അത് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ സബ്ജക്റ്റ്. നോക്കിക്കേ, സം സബ്ജക്റ്റ് പെർട്ടിക്കുലർലി ദോസ് റിക്വയറിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ് may not benefit from rote memorization and are better served by more interactive learning methods. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും നമുക്കിങ്ങനെ കാണാപ്പാഠം പഠിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിറ്ററേച്ചർ എത്ര നമ്മൾ കാണാപ്പാഠം പഠിക്കും? അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും എന്താ പറയുക പറ്റുന്ന ഒരു മെത്തേഡല്ല റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്.